27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദില്ലിയിലെ ഭരണം BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. വർഗീയത നിരത്തിയോ വോട്ടിംഗ് മെഷീൻ അട്ടിമറിച്ചോ എന്തുമായിക്കോട്ടെ, രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി BJP കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. കിട്ടാക്കനിയായ ഡൽഹിയും അങ്ങനെ BJP അവരുടെ അക്കൗണ്ടിൽ ചേർത്തു കഴിഞ്ഞു. ഡൽഹിയിലെ വിജയത്തോടെ ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും BJP നിയന്ത്രണത്തിലുള്ള NDA സഖ്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഭരണമുള്ളത്. JMM കോൺഗ്രസ് കൂട്ടുകെട്ട് ജാർഖണ്ഡിലും, ഇന്ത്യ സഖ്യത്തിലെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലും, DMK തമിഴ്നാട്ടിലും, LDF കേരളത്തിലും, നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരും അധികാരത്തിലുണ്ട്. പഞ്ചാബിൽ AAP ആണ് ഭരിക്കുന്നത്. ഡൽഹി കൂടി NDA അക്കൗണ്ടിലെത്തിയതോടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ന് BJP ഭരണത്തിൻ്റെ കീഴിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തെ പ്രതിപക്ഷം എങ്ങനെ നേരിടുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. മുമ്പ് BJPയെ എതിർത്തിരുന്ന JDU, തെലുങ്കുദേശം പാർട്ടി തുടങ്ങിയവർ ഇന്ന് അവരുമായി കൈകോർത്തതും അവരുടെ വിജയമായി കാണാൻ സാധിക്കും. കോൺഗ്രസ് ആകട്ടെ അതിൻ്റെ ഏറ്റവും മോശം കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. BJP അതിൻ്റെ രാഷ്ട്രീയ വിജയങ്ങൾ തുടരുന്നത് പ്രതിപക്ഷത്തെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്ന ഹരിയാനയിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് വിജയിക്കാനായില്ല. മറിച്ച് കോൺഗ്രസ് അധികാരത്തിലിരുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും BJP ഭരണം പിടിക്കുകയും ചെയ്തു എന്നോർക്കണം. നിർണായകമായ വലിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ന് BJPയുടെ അധികാരത്തിൻ്റെ കീഴിലാണ്. മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന സാമ്പത്തിക തലസ്ഥാനത്തെ വിജയം BJPയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ഈ രാജ്യത്ത് ഏറ്റവും തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. അധികാരം, പണം, ഹിന്ദുത്വം തുടങ്ങിയ തീവ്രമായ ചേരുവകളാണ് BJPയുടെ കയ്യിലുള്ളത്. ജാതി സമവാക്യങ്ങളെ സസൂക്ഷ്മമായി പിരിച്ചെടുത്ത് ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ മറികടക്കാമെന്ന് ഹരിയാനയിലും മധ്യപ്രദേശിലും BJP തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. OBC, ആദിവാസി മേഖലകളിൽ നഷ്ടപ്പെട്ട സ്വാധീനം തിരികെ പിടിക്കാനും എളുപ്പത്തിൽ BJPക്ക് സാധിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രകാരം നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും സംഭവിക്കുക എന്നതിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് യാതൊരു ധാരണയുമില്ല. സെൻസസ് പൂർത്തിയായാൽ രാജ്യത്ത് പാർലമെന്റ് സീറ്റുകളിലും മാറ്റം വരും. സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് തെളിയുന്നത്. ലോക്സഭയിലെ നിറം മങ്ങിയ വിജയത്തിന് ശേഷവും BJP നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അശ്വമേധം തുടരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ചിട്ടയായ പ്രവർത്തനവും വീട് വീടാന്തരം കയറി വോട്ടുറപ്പിക്കാൻ RSSും ശക്തമായി കളത്തിലിറങ്ങിയപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പൊരുതി നോക്കാൻ പോലും സാധിക്കാതെ കീഴടങ്ങുകയാണ് BJPക്ക് മുമ്പിൽ. സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അത് ബോധ്യമാകും. അരുണാചൽ പ്രദേശിൽ BJP ഭരണം നിലനിർത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ NDA സഖ്യകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തി. ഒഡീഷയിൽ ഏറെ നാളായി അധികാരത്തിലുണ്ടായിരുന്ന ബിജു ജനതാദൾ സർക്കാരിനെ അട്ടിമറിച്ച് BJP ഒറ്റയ്ക്ക് അധികാരത്തിലെത്തി. പ്രതിസന്ധികൾക്കിടയിലും ഹരിയാനയിൽ BJP അധികാരം നിലനിർത്തി. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സർക്കാർ വൻ വിജയം നേടി. 2024 തെരഞ്ഞെടുപ്പ് നടന്ന സിക്കിം, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾ മാത്രമാണ് BJPക്ക് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ സംസ്ഥാനങ്ങൾ. കാലങ്ങളായി ഡൽഹി പിടിക്കുകയെന്ന സ്വപ്നവും BJP നടപ്പിലാക്കിയതോടെ പ്രതിപക്ഷം രാജ്യത്ത് കൂടുതൽ അപ്രസക്തമാവുകയാണ്.